വിവാദ പരാമർശവുമായി ബംഗ്ലാദേശ് റൈഫിൾസ് മുൻ മേധാവി റിട്ടയർഡ് മേജർ ജനറൽ ALM ഫസ്ലൂർ റഹ്മാൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ 7 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെയും പിടിച്ചെടുക്കുമെന്നാണ് ഫസ്ലൂർ റഹ്മാൻ പറയുന്നത്. ഇതിനായി ചൈനയുടെ സഹായം തേടണമെന്നും നാഷണൽ ഇൻഡിപെൻഡൻസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ കൂടിയായ റഹ്മാൻ ആവശ്യപ്പെടുന്നു. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ 7 സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ ചൈനയുമായി സംയുക്ത സൈനിക ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് റഹ്മാൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. നിലവിലെ ഇടക്കാല ഭരണകൂടത്തിന് കീഴിൽ ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ ശബ്ദങ്ങൾ ശക്തി പ്രാപിക്കുകയും പാകിസ്ഥാനുമായും ചൈനയുമായും കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ ആഹ്വാനങ്ങൾ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ച് ബന്ധം മെച്ചപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതിനിടയിലാണ് റഹ്മാന്റെ വിവാദ പരാമർശം. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിന്റെ ചൈനയോടുള്ള സൗഹൃദ നിലപാടും വികസന പ്രവർത്തനങ്ങൾക്കുള്ള ക്ഷണവുമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത്. പിന്നാലെ ഇന്ത്യ ബംഗ്ലാദേശിനുള്ള ട്രാൻസ്ഷിപ്മെന്റ് അവകാശങ്ങൾ പിൻവലിച്ചു. ഇതിനു മറുപടിയായി ഇന്ത്യയിൽ നിന്നുള്ള നൂലിറക്കുമതി ബംഗ്ലാദേശ് നിർത്തിവെക്കുകയും ചെയ്തു. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതികളും ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്തിന് ലഭിച്ച പിന്തുണയ്ക്ക് കുവൈത്തിന് നന്ദി അറിയിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറും രംഗത്തെത്തിയിരുന്നു. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിയുമായി സംസാരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് പ്രകടിപ്പിച്ച ഐക്യദാർഢ്യത്തിനും പിന്തുണയ്ക്കും അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. ജയശങ്കർ എക്സിൽ കുറിക്കുകയായിരുന്നു ഇക്കാര്യങ്ങൾ. അതേസമയം കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം അൽ യഹ്യ S ജയശങ്കറുമായി ഫോണിൽ സംസാരിച്ചതായി ഒരു പ്രസ്താവനയിൽ അറിയിച്ചു. ഇരു സൗഹൃദ രാജ്യങ്ങളും തമ്മിലുള്ള മൊത്തത്തിലുള്ള അടുത്ത ഉഭയകക്ഷി ബന്ധം വിവിധ മേഖലകളിൽ അവയെ ശക്തിപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള ചട്ടക്കൂടുകൾ, പ്രാദേശികവും അന്തർദേശീയവുമായ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ എന്നിവ സംഭാഷണത്തിൽ ചർച്ച ചെയ്തതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ നീക്കങ്ങളുമായി ഇന്ത്യയും രംഗത്തുണ്ട്. പാകിസ്ഥാന് നൽകുന്ന വായ്പകൾ പുനഃപരിശോധിക്കാൻ അന്താരാഷ്ട്ര നാണയനിധിയോടും ലോകബാങ്കിനോടും ഇന്ത്യ ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനെതിരെ ഇന്ത്യ ലോകബാങ്കിനെയും അന്താരാഷ്ട്ര നാണയനിധിയും സമീപിക്കുന്നതായാണ് റിപ്പോർട്ട്. പാകിസ്ഥാനുള്ള ധനസഹായം നിർത്തണമെന്നാവശ്യപ്പെടും. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പണം ഉപയോഗിക്കുന്നുവെന്ന ആരോപണത്തിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF-നോട് പാകിസ്ഥാനെ വീണ്ടും ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനും ആവശ്യപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതികൾക്കായി 11ാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. അനന്ത്നാഗ് മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ. ഭീകരരുടെ ആയുധങ്ങൾ വനമേഖലയിൽ ഉപേക്ഷിച്ചോ എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതിർത്തിയിൽ കൂടുതൽ സായുധ സേനയെ വിന്യസിക്കുന്ന നടപടിയും തുടരുന്നുണ്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയും ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമവുമായി പാകിസ്ഥാനും രംഗത്തുണ്ട്. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളുമുണ്ട്. സൗദി, കുവൈറ്റ്, UAE അംബാസഡർമാരുമായി നടത്തിയ പ്രത്യേക കൂടിക്കാഴ്ചയിൽ ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന നിലപാട് പാക് പ്രധാനമന്ത്രി ആവർത്തിക്കുകയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ സമാധാനവും സുസ്ഥിരതയ്ക്കും പുലർത്താൻ പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ആക്രമണത്തെക്കുറിച്ച് വിശ്വസനീയവും സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്നും അത്തരമൊരു അന്വേഷണത്തോട് തങ്ങൾ പൂർണ്ണമായി സഹകരിക്കുമെന്നും ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.